നമുക്കൊരു വാക്യത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ ഒരാൾക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യം. എടുത്തവർ വായിച്ചോ. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അല്ലേ, ആമേൻ. ദൈവമക്കളെ ഞെരുക്കുന്ന ഞെരുക്കം അടുത്തിരിക്കുന്ന വ്യക്തികൾ കണ്ട് സന്തോഷിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാനത് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളെന്ന് പറഞ്ഞ് വേഷം ധരിച്ചു നടക്കുന്ന പലരും ദൈവമക്കളല്ല. ദൈവമക്കളെന്ന് പറഞ്ഞു നടക്കുന്ന പലതും പതരകളായി ജീവിക്കുമ്പോൾ ഞാനും ഒന്നറിയണം, ആത്മാവിൽ ചിലതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മെ ഞെരുക്കുവാൻ വേണ്ടി അവൻ പല വേല ധരിക്കും, പല സൂത്രങ്ങളും കൊണ്ടുവരും. ഇത് ദൈവമക്കൾ അറിയണം. എങ്കിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം സ്വർഗ്ഗത്തിലെ ദൈവം അത് കണ്ടിരിക്കുന്നു, സ്വർഗ്ഗത്തിലെ ദൈവം അത് അറിഞ്ഞിരിക്കുന്നു. ഇനി കരമടിച്ച് വേണം നമ്മൾ ആരാധിക്കാൻ. കരമടിച്ച് ആരാധിക്കുക. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ പിടിച്ചിരിക്കുന്ന ഏത് പറവോന്റെ ശക്തി ഉണ്ടെങ്കിൽ, ഏത് രോഗത്തിന്റെ ബന്ധനം ഉണ്ടെങ്കിൽ, ഇന്ന് പൽക്കാലം ആത്മാവ് അത് പൊട്ടിച്ചു മാറ്റി യേശുവിന്റെ ദിവ്യ സാന്നിധ്യം നിങ്ങളുടെ മേൽ കർത്താവ് പകരാൻ പോകുകയാണ്. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ഈ പാൽക്കാല പഴുതുകൾ അടഞ്ഞു പോയി. ഇനി എനിക്ക് മുന്നോട്ട് കടക്കാൻ പറ്റത്തില്ല. എന്റെ ജീവിതം അസ്തമിച്ചു പോയി, എന്റെ ആരോഗ്യം തളർന്നു പോയി, എന്റെ നന്മ അടഞ്ഞു പോയി, എന്റെ പിള്ളകൾക്ക് ഭാവി ഇല്ല, അവരുടെ ജീവിതം അടഞ്ഞു പോയി എന്ന് പറഞ്ഞ ചില അധ്യായങ്ങളെ ദൈവം ഇന്ന് പാൽക്കാലം തുറക്കാൻ പോകുന്നു. സീറോ ബാലൻസ് ആക്കി നിന്നെ ഹല്ലേലൂയ അകത്തിട്ട് പൂട്ടിയ ചില പൂട്ടുകൾ യഹോവ പൊട്ടിച്ചെടുത്തുകൊണ്ട് നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടു. പക്ഷേ നിന്റെ ദേശം അത് നോക്കി പരിഹസിച്ചു. നിന്റെ ദേശത്ത് നിനക്കത് വേണമെന്ന് നിന്റെ ജഡരക്തങ്ങൾ, നിന്റെ കുടുംബക്കാർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനത് കണ്ടു. Yes. Fora. Shudava Rabal Kamana, Vaidaya, Rival Kamana Gadagasiana, Vaida Pravidimana, Hadaga Rabana Gadagasia, Arabican Manavarella Shatione. പോരാ ചില തലമേൽ അഭിഷേകം ഇറങ്ങുന്നുണ്ട്. ചില തലമേൽ അഭിഷേകം, ചില തലമേൽ ചില കരങ്ങളുമേൽ ശക്തി പകരുന്നുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ തളർന്നിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ദൈവം. അവന്റെ ബലമുള്ള കൈക്കീഴി താണിരിക്കാൻ പഠിപ്പിച്ച കർത്താവ്. ആ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. Harakal Kamana Hasti Pravidia, Vaida Pravidimana Gadaga, Rabar Kamanaya, Rival Kamanagadagan, Vaida Managadagasiana, Utama Rabanam Gadagan, Vaida Managa, Atagan Managa, Ivan Kala Chalera Mel, Abhishaga, Veragananda, Chala Navagal Deva Sati Perdunda, Chala Karagala Sati Perdunda, Chala Man Shariragala Sati Perdunda, Tala the Bogan of Deva, Malla, Denda Deva. Yes. Welcome. പ്രാവശ്യം ഇത് രക്ഷാദവസം, ഇത് സുപ്രഭാതകാല. ചിലരൊക്കെ പുതിയ അഭിഷേകം പ്രാപിക്കുന്നുണ്ട്, പുതിയ ഭാഷകളെ ചിലർ നിറയുന്നുണ്ട്. വന്നവരുടെ എണ്ണത്തിലല്ല, ഇരിക്കുന്ന നിന്റെ ഒരുക്കത്തിലാണ് ദൈവപ്രവൃത്തി. സ്വോത്രം. ഒരു ചെറിയ വേദന വരുമ്പോ യേശുവിനെ തള്ളി പറയരുത്. ഒരു ചെറിയ കടബാധ്യത വരുമ്പോ യേശുവിനെ തള്ളി പറയരുത്. ഒരു ചെറിയ പ്രതികൂലം വരുമ്പോ യേശുവിനെ തള്ളി പറയരുത്. കടലും കാറ്റ് ഹല്ലേലൂയ, കടലും ഹല്ലേലൂയ, തിരമാലയ ഹല്ലേലൂയ, കാറ്റും തിരമാലയ കടലിന് നേരെ, പടകിന് നേരെ. തിരമാല പൊങ്ങിയപ്പോ യേശുവിനെ തള്ളി പറയാനല്ല നിന്നെ വിളിച്ചത് എന്ന ശിഷ്യന്മാർക്ക് ഭയം ഉണ്ടായിട്ട് യേശുവിനോട് ചോദിച്ചു, അതേ ഗുരുവോ, ഞങ്ങൾ നശിക്കുന്നതിനെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ? അകത്ത് കിടക്കുന്നവൻ ആരെന്ന് ഓർക്ക. നീ ഇന്ന് ക്ഷണിക്കുന്നവൻ ആരെന്ന് ഓർക്ക. ഇന്ന് നീ വിളിക്കുന്നവൻ ആരെന്ന് ഓർക്ക. നിന്റെ ആത്മാവിന് കണ്ണ് തുറക്കട്ടെ. ന്യായപ്രമാണത്തിൽ അത്ഭുതം കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ തുറക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ നാമത്തിൽ. എല്ലാ അടിസ്ഥാനങ്ങളെ അടച്ച കെട്ടിയ കെട്ട് പൊട്ടട്ടെ.
നിന്റെ പരമാർത്ഥത്തെ കെട്ടിയ കെട്ട് പൊട്ടട്ടെ. നിന്നെ രോഗിയാക്കി കെട്ടിയ കെട്ട് പൊട്ടി മാറട്ടെ. ഓ പ്രാവശ്യോ 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞെരുക്കുന്ന പറവോനെ ഓ ദൈവം കണ്ടു. ശത്രുവിനെ ദൈവം കണ്ടു. നിന്റെ നന്മയെ ഞെരുക്കുന്ന, നിന്റെ വാഗ്ദത്തത്തെ ഞെരുക്കുന്ന ശത്രുവിനെ ദൈവം കണ്ടു. ശക്തിയോടെ ശക്തിയോടെ പോരാ 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 പോരാ. ജഡത്തിൽ കേട്ടു ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മെസ്സേജ് നീ കേൾക്കരുത്. ജഡത്തിന്റെ പ്രവർത്തികൾക്ക് സ്ഥാനമില്ല. ആത്മാവ് എത്ര പേര് മേൽ ഇറങ്ങി, ആത്മാവ് എത്ര പേര് മേൽ ഇറങ്ങി. 1000 കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ 1 കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ട്? സ്വർഗത്തിലേക്ക് നോക്കാത്ത പന്നികളെ പോലെ ആയി തീരുവാനല്ല ദൈവം പറഞ്ഞത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വീഴ്ത്തുവാൻ അവൻ അനുവദിക്കുന്നില്ല. പ്രസന്റ് ആണോ? പ്രസന്റ് ആണോ? പ്രസന്റ് ആണോ? പ്രസന്റ് ആണോ? ഓ ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ മേൽ ആത്മാവിന്റെ തീ, ചിലരുടെ മേൽ ആത്മാവിന്റെ തീ. നിന്റെ ബലഹീനതകളിൽ ബലം തികച്ചു പകരുന്ന യേശുവിന്റെ ശക്തി ഈ ആലയത്തിനകത്ത് ഉലാവുന്ന ഇരിക്കുന്നവർ ഉണർന്ന് പ്രാർത്ഥിച്ചോ. ആത്മാവ് പ്രാപിച്ചവൻ, ആത്മശക്തി പ്രാപിച്ചവൻ, ആത്മവരം പ്രാപിച്ചവൻ ഇന്ന് പൽക്കാല ശക്തി പെട്ടോ. ഇതിനകത്ത് ആരാധിക്കുന്ന നീ ആശുപത്രിയിലെ വരാന്ത കാണത്തില്ല. നിന്റെ പൈസ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കത്തില്ല. നിന്റെ പൈസ മന്ത്രവാദിക്ക് കൊടുക്കത്തില്ല. നിന്റെ പൈസ വൈദ്യന്മാർക്ക് കൊടുക്കത്തില്ല. നിന്റെ പൈസ നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തന്നെ അനുഭവിക്കും. യേശു പറഞ്ഞത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ വചനം പറയുന്നു അനുഭവിക്കാൻ 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 എത്ര പേര് തയ്യാറുണ്ടെന്ന് പകലിൽ. നീ കയറി ചെല്ലുന്ന മേഖലയിൽ ചില രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. നീ കാല് കുത്തുമ്പോൾ തന്നെ ചില കുഷ്ഠരോഗങ്ങൾ മാറാൻ പോകുന്നു. ചില ചെങ്കട രണ്ടായി പിളർന്ന് അക്കരയ്ക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. നിന്റെ വാഗ്ദത്തം അക്കരെ കിടക്കുന്നു. കനാൻ ദേശത്തുണ്ടോ അവിടെ എത്തിക്കുവാൻ ദൈവം തന്റെ ശിഷ്യനെ തെരഞ്ഞെടുക്കട്ടെ. Lam thoro komana hasiana ya rabal kamana waidamana rival pravidiana gadagasia rabal kamana gadagasiana gadaga atul kamana gadaga pravidia rival kamana gadaga manavana waidayana gadagasiana gadaga rival kamana gadaga pravidi udaval kamana gadagasia jalato kudumbathine agathirikkunna jala bandhanagal katti maarugiyana പാരമ്പര്യ ബന്ധനങ്ങൾ കത്തുന്നു. പാരമ്പര്യ പുണ്യപാല ശക്തികൾ കത്തുന്നു. മന്ത്രവാദ ശക്തികൾ കത്തട്ടെ. സർത്തം നാനം വേദം വൈഡം റബനം ഘടകം റിബനം ഘടകം റീവൽ കമനം വൈഡം. ആരാധിക്കാൻ വന്ന നീ ആരാധിച്ചോ. ആരാധിക്കാൻ വന്ന നിന്റെ കാലെ കെട്ടിയാലും കയ്യെ കെട്ടിയാലും നിന്റെ നാവ് ചലിക്കട്ടെ. ഓ നിന്റെ കയ്യെ കെട്ടിയാലും കാലെ കെട്ടിയാലും നീ പറയണം എന്റെ നാവ് ദൈവത്തെ സ്തുതിക്കും. കെട്ടഴിക്കുന്ന ഒരുവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കെട്ടഴിക്കുന്ന ഒരുവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കെട്ടഴിക്കുന്ന ഒരുവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അനുഭവിക്കുന്ന യാതരങ്ങൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. Yes, 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 yes. Fire, 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 fire. Hallelujah. Hallelujah. ഹല്ലേലൂയ. അവിടവും വേണം ഇവിടവും വേണം. അവിടവും വേണം ഇവിടവും വേണം. ഇവിടം സ്വർഗരാജ്യത്തിൻ്റെത്, അവിടെ നരകയോഗ്യരുമായി തീരാൻ അങ്ങനെ ആഗ്രഹിക്കരുത്. 2 തോണിയിൽ കാല് വയ്ക്കരുത് സഹോദര സഹോദരി. 2 പടവിൽ കാല് വെച്ച് ഒരേ സമയം നിനക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. എങ്കിൽ നീ നടുകടലിലാക. യേശുവിനെ മാത്രം ആരാധിക്ക. അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്ക. യേശുവിനോട് പറ ഇത് വഴിയും സത്യവും. ഈ വഴിയിൽ കൂടി ഞാൻ കടക്കും. ഈ വാതിലിൽ കൂടി ഞാൻ കടക്കും. ഇത് രക്ഷയാകുന്ന വാതില്. ഇത് നിത്യതയെ കരസ്ഥമാക്കുന്ന വാതില്. ഈ വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്. ഈ വാതിലിൽ കൂടി തന്നെ ഞാൻ പോകും. തയ്യാറുണ്ടോ? വായിക്കാം, താട്ട് വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ദൈവാത്മാ പറയുന്നു, ഇതിനകത്തുനിന്ന് ചില കെട്ടുകൾ ഇന്ന് പൊട്ടിക്കുന്ന കാഴ്ചയാണ്. ചില കെട്ടുകൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും അത് ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം മോശയെ അയച്ചതിന്റെ അടയാളം ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് എത്തിച്ചു. അതടയാളമാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 33:14 വരുമ്പോൾ പറയുന്നു, മോശ ചോദിച്ചു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കുമാറാകണം. നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ മോശയുടെ ഡീലിംഗ് മനസ്സിലായല്ലോ. വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. ഇതെല്ലാം പറയുന്നു. ഓരോന്ന് പർവ്വതത്തിൽ അമ്മാവിയപ്പന്റെ ആടുകളെ മേച്ച്, ഇത്രോവിന്റെ ആടുകളെ മേച്ച് നടക്കപ്പെട്ടവനാണ് മോശ. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിൽ കിടന്ന ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തോട് കൂടെ ഇരുന്നത്, ഫറവോൻ ഞെരുക്കുന്നത് കണ്ട ദൈവം ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പറയും, എനിക്ക് ഒരുപാട് മസിൽ പവർ ഉണ്ട്. നിന്റെ മസിൽ പവർ ബലൂൺ പൊട്ടിയതുപോലെ ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല. തിരുവഴുത്ത് മാത്രമുള്ള സ്ഥാനം അംഗീകരിക്കപ്പെടുന്ന ലോകത്തിലെ ദൈവഭക്തന്മാര് പറയും, എന്റെ യേശുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ നാവ് അടങ്ങി ഇരിക്കത്തില്ല. നിന്റെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കളെ നീ യേശുവിന്റെ രക്ഷ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ് പറ, പ്രൈസ് ദി ലോർഡ് പറ, പ്രൈസ് ദി ലോർഡ് പറ, പ്രൈസ് ദി ലോർഡ് പറ, പ്രൈസ് ദി ലോർഡ് പറ. 45 വയസ്സായി, ഇനി എന്തറിന് കൊള്ള, ഇനി ഹല്ലേലൂയ ആമേൻ. കറണ്ട് പോയപ്പോൾ കറങ്ങിയതുപോലെ കറങ്ങുന്ന പരുവമായില്ലേ? അതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും നേടാൻ പറ്റുക കരം പഠിച്ച് ആരാധിക്കേ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കേ. ദൈവത്തെ ആരാധിക്കാൻ വന്നവര് മാത്രം ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കോ. ആത്മാഭിഷേകം പ്രാപിച്ചവർ ആരാധിച്ചു തുടങ്ങിക്കോ. ചില കെട്ടുകൾ പൊട്ടി പുറത്തു വരട്ടെ ദൈവമക്കൾ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഈ ഒരു ജോലിക്ക് പോയാൽ അവിടെ ഇരിക്കുന്ന ജോലിക്കാരന്റെ വേല നിന്നിൽ വെളിപ്പെടരുത്. നീ ദൈവത്തിന്റെ വേലക്കാരനായി വെളിപ്പെടണം. നീ ഒരു അടുക്കള പണിക്കാരിയായി, നീ അടുത്തൊരു വീട്ടിൽ ജോലിക്ക് പോയാൽ അവിടത്തെ വേലക്കാരിയായി നീ വെളിപ്പെടരുത്. നിന്നിലിരിക്കുന്ന അഭിഷേകത്തിന്റെ വേലക്കല്ലിൽ ഡീലിംഗ് വെളിപ്പെടണം. ഇതില്ലാത്ത നീ ഒന്നും തിരുവെടുത്തെടുക്കരുത്. ഇതില്ലാത്ത നീ പ്രസംഗിക്കരുത്. പ്രസംഗിച്ചാൽ സ്വർഗം കേൾക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കേൾക്കണമെങ്കിൽ നിന്നെ കൊണ്ട് ഒരെണ്ണത്തെ നേടാൻ പറ്റാത്ത നീ പ്രസംഗിച്ചാൽ ആര് കേൾക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ പറ. ഇന്ന് പൽക്കാലം യേശുവിന് വേണ്ടത് ഹല്ലേലൂയ ക്വാളിറ്റി പറഞ്ഞു നടക്കുന്നവനല്ല, വിദ്യാഭ്യാസത്തിൽ പെരുപ്പം പറയുന്നവനെ അല്ല, അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വേലക്കാരനാകാൻ. പോഷത്വമായതിനെ തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ തിരുവാലയത്തിൽ വെളിപ്പെടുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഇത്ര ദിവസം ജോലിക്ക് പോയി എത്ര പേരെ സുവിശേഷം പറഞ്ഞ് നേടി, എത്ര പേരെ സുവിശേഷം പറഞ്ഞ് നേടി. അവരല്ലാത്തവരാരും ദൈവവേലക്കാരാകത്തില്ല. നിങ്ങളുടെ പ്രസംഗം ദൈവം കേൾക്കത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അല്ല എങ്കിൽ നിങ്ങനാമേൻ അങ്ങനെ ആ പുള്ളിക്കാരന്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ 10 വർഷം ഇരുന്നപ്പോ കൂലിപ്പണി ചെയ്ത സഹോദരൻ രാത്രിയിൽ ചെന്ന് തന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂർ വീതം 30 ദിവസം പ്രാർത്ഥിച്ചപ്പോ ദൂരദേശത്തായിരുന്ന ആ മകളുടെ ഉദരത്തിനകത്ത് ഒരു തലമുറ ജനിച്ചു. കാരണം ആ കുട്ടിക്ക് ജന്മം കൊടുത്ത പിതാവ് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല കേട്ടോ. എന്താ കാരണമെന്നറിയാം? യവന്റെ പ്രസംഗം ദൈവത്തിന് വേണ്ട, യവന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. താഴ്മയുള്ളവന്റെ പ്രാർത്ഥന
എളിയവന്റെ പ്രാർത്ഥന, നുറുമാർക്കം വിട്ട് തിരിഞ്ഞവന്റെ പ്രാർത്ഥന, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോ നിന്റെ ദേശത്തിന് സൗഖ്യം. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ഇതിനകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിന്റെ തീ ഇറങ്ങുകയാണ്, ആത്മാവിന്റെ തീ ഇറങ്ങുകയാണ്, ആത്മാവിന്റെ ശക്തി പടരുകയാണ്. ഇന്ന് പകൽക്കാല പലരും വിശ്രമത്തിലാ കേട്ടോ, പലരും വിശ്രമത്തില്. പലരും വിശ്രമിക്കുമ്പോ വിശ്രമമില്ലാതെ വന്ന ദൈവമക്കൾ ആരാധിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഒന്നിലധികം ദിവസം ഒരു വ്യക്തിയുടെ കൂടെ നീ ജോലിക്ക് പോയാൽ, നീ യേശുവിനെ സ്വീകരിച്ച ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ഒരു വെളിപ്പാട് ദൈവം നിനക്ക് തരും. ആ വ്യക്തിയെ കുറിച്ച് ഒരു വെളിപ്പാട് ദൈവം നിനക്ക് തരും. സ്തോത്ര. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഒരു ആകർഷണ ശക്തിയുള്ളതായി നീ മാറണം. ഇല്ല എങ്കിൽ നീ ബൈബിൾ എടുക്കരുത്. ഇന്നത്തെ കോളേജിൽ പോയിട്ടൊന്നും എടുത്താലുണ്ടല്ലോ, ഹല്ലേലൂയ, നീ കടലിന്റെ അതുവരെ പോകത്തുള്ളൂ, കടലിന്റെ അപ്പുറത്ത് പോകത്തില്ല. കടലിന്റെ അപ്പുറത്ത് പോകണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ വരണം. കടല് വരെ പോകത്തുള്ളൂ. അവർ ചോദിച്ചുകൊണ്ട് പോയത് കണ്ടോ, മരുഭൂമിയിൽ മരിച്ചടക്കുവാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതെന്ന്. സ്തോത്രം. ഇന്ന് പൊൻകാലം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്വന്തമായി ചിന്തിക്കാറുണ്ട്. ഓരോരുത്തർ ഇത്ര ദിവസം പിന്നെടുത്തു പോയി ഒരു ആത്മാക്കളെ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരെണ്ണവും ദൈവമക്കളെന്ന് പറയരുത്. പറഞ്ഞാൽ നിന്റെ പേര് പോലും ദൈവം കേൾക്കത്തില്ല. സ്തോത്രം പറ, സ്തോത്രം പറ. യേശുവിനുള്ളതുണ്ടല്ലോ, എവിടെ കിടന്നാലും യേശു തെരഞ്ഞെടുക്കും. പാറ കുബയ്ക്കകത്ത് കിടന്നാല്, വനത്തിനകത്ത് കിടന്നാല്, പൊട്ട കിണറ്റിനകത്ത് കിടന്നാല്, ഹല്ലേലൂയ, ആമേൻ, വലിയ ക്വാളിറ്റിയുള്ള വീടില്ലെന്ന് പറഞ്ഞാല്, സ്റ്റാൻഡേർഡ് ഒന്നും പറയാനില്ലെങ്കിൽ യേശുവിന് വേണമെന്നുള്ളതിനെ യേശു തെരഞ്ഞെടുക്കും. നല്ലൊരു ആമേൻ പറ. എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.